ഈ വീഡിയോ അയോധ്യയിലെ കൊള്ളയെക്കുറിച്ചാണ്. എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. അയോധ്യയിലെ കൊള്ള BJPക്ക് വലിയ അടിയായിപ്പോയി. BJPക്ക് അടുത്ത ഇലക്ഷനിൽ അത് വലിയ കോട്ടങ്ങൾ സംഭവിപ്പിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തൻ്റേതായ വാക്കുകൾക്ക് കുറവൊന്നും വരുത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ കൊള്ള ശരിയല്ല. ഈ പറയുന്ന ആളാരാ? ശബരിമലയിൽ കൊള്ള നടത്തിയതിനെ കുറിച്ചിട്ട് ഒരു മണ്ണാങ്കട്ടി ചെയ്യാത്ത ആളാണ് ഇരുന്നുകൊണ്ട് UP-യിൽ കൊള്ള നടത്തിയതിനെ കുറിച്ച് പറയണത്. അദ്ദേഹം വല്ല അന്വേഷണം അന്നേരം പ്രഖ്യാപിച്ചു. ഇത് യോഗി ആദിത്യനാഥ് കേട്ട വഴി ഇമ്മീഡിയറ്റ് ആയിട്ട് 15 ദിവസത്തിനകം എനിക്ക് റിപ്പോർട്ട് തരണമെന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു SIT രൂപവൽക്കരിച്ചു. അതിൻ്റെ 7ാം ദിവസം അതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് അയാളുടെ മുമ്പ് എത്തി. 15ാം ദിവസം ഫൈനൽ റിപ്പോർട്ട് എത്തി. ആൻഡ് 8 പേരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തും കഴിഞ്ഞു. ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ 2 പേരെ ഓൾറെഡി ട്രസ്റ്റിൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞു. അവരെ രാജിവെപ്പിച്ചു. ബാക്കിയുള്ള ട്രസ്റ്റ് ഭാരവാഹികൾക്ക് അത് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ഇന്നാളുണ്ടായ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പുണ്ടായ മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചു പോലുമില്ല. അവരെ 2 പേരെയും അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഒരു അവിനാശ് മിശ്രയും ചമ്പക് റായും. ചമ്പക് റായ് പഴയ VSP ആളാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ട്രസ്റ്റ് ഗവൺമെന്റിന് യാതൊരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. അതായത് ഈ ട്രസ്റ്റ് ആയിരുന്നു അമ്പലത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിട്ടിരുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. കാരണം ഗവൺമെന്റ് അതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ ട്രസ്റ്റിന്റെ പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് പൊളിഞ്ഞു പോയത്. ഇതുകൊണ്ട് എന്താ കുഴപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ മുഴുവൻ ഗവൺമെന്റിന്റെ കൺട്രോളാണ്. അത് മുഴുവൻ മാറ്റി ഹിന്ദുക്കളെ തന്നെ ഏൽപ്പിക്കണം എന്നൊരു പ്രചാരണം നടക്കണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു അടിയാണ് ഈ സംഭവം. എന്താണെങ്കിലും ഈ രാമ മന്ദിറിനെ എതിർത്തിരുന്ന ആളുകളൊക്കെ ഇപ്പം കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കൊള്ള വളരെ മോശമായിപ്പോയി. ഒരുപാട് ആൾക്കാരുടെ സ്വത്താണ് നഷ്ടപ്പെട്ടത്. 1500 കോടി രൂപയുടെ സാധനങ്ങൾ കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ആരൊക്കെയാ? ഒന്ന് അഖിലേഷ് യാദവ്, പിന്നെ രാഹുൽ ഗാന്ധി, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവരിത് നല്ല അവസരമായി കണ്ടിട്ട് യോഗി ആദിത്യനാഥിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു അവസരമായി അവരതിനെ കണക്കുകൂട്ടി അതിനനുസരിച്ചുള്ള ചരട് വലിക്കുകയാണ്. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് BJP ഒരു വലിയ ട്രാപ്പായിട്ട് ഉപയോഗിക്കും. അത് ഇവർക്ക് പിടികിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ അഖിലേഷ് യാദവിന്റെ അച്ഛൻ പറഞ്ഞെന്താ, ഞങ്ങള് എന്താണെങ്കിലും അവിടെ മന്ദിരമല്ലായിരുന്നു, അവിടെ ഒരു മസ്ജിദാണ് ഉണ്ടായിരുന്നത്, അവിടെ പൊളിക്കാൻ വരുന്നവരെ നമ്മൾ തടഞ്ഞു പുള്ളി ഒരുപാട് പേരെ വെടിവെച്ച് കൊന്ന് അവരുടെ ചോര സരയൂ നദിയിൽ അന്ന് ഒഴുകിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് മറന്നുപോയിട്ടാണ് അഖിലേഷ് യാദവ് പറയുന്നത്. അതായത് രാം മന്ദിറിന് വേണ്ടിയിട്ട് യാതൊരുവിധ വാക്കാൽ പോലും ഒരു മുൻപോട്ട് വരാത്ത അഖിലേഷ് യാദവാണ് ഇപ്പോൾ പറയണത്. അത് വളരെ മോശമായിപ്പോയി. അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഇതിന്റെ വഴി ഗോരഖ്പൂർ വരെ നീളുണ്ടെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ഇതിൽ പങ്കുണ്ടെന്ന മട്ടാണ് അഖിലേഷ് യാദവ് വർത്താനം പറഞ്ഞത്. അഖിലേഷ് യാദവ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വേറൊരു പതിപ്പാണ്. രാഹുൽ ഗാന്ധി മഠനാണല്ലോ, അതുപോലെ തന്നെ ഇദ്ദേഹം വേറൊരു മഠനായിട്ട് അവതരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇതെന്താ കുഴപ്പം? ചുമ്മാർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. യോഗി ആദിത്യനാഥിനെതിരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളനാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. യോഗി ആദിത്യനാഥ് പെങ്ങൾ ഇപ്പോഴും അവിടെ ഏതോ ഒരു പഴയ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മാതിരിയല്ല. ഇവരൊക്കെ സ്വന്തം വീട്ടുകാരെ മാത്രം ഉന്നതിയിലേക്ക് വരാൻ വേണ്ടി എല്ലാവിധ കള്ളത്തരങ്ങളും ചെയ്ത ആൾക്കാരാണ് ഇന്ന് ആദിത്യനാഥിനെ കുറ്റം പറയുന്നത്. അത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണേ? ഓക്കെ, ശരി. അപ്പോൾ ഇനിയിപ്പം ആദിത്യനാഥിനെ മാറ്റി അഖിലേഷ് യാദവിനെ കൊണ്ടുവരാണ്. എന്നിട്ട് വേണം പഴയ ഗുണ്ടാരാജ് തിരിച്ചു വരാനായിട്ട്. അഖിലേഷ് യാദവിന്റെ ഭരണത്തിൻ കാലത്താണ് UP-യിൽ വലിയ ഗുണ്ടായുസമായിരുന്നു എല്ലായിടത്തും നടന്നുകൊണ്ടിരുന്നത്. ഈ നാൾ മരിച്ചുപോയ അദിഖ് അഹമ്മദും അവരുടെ കൂട്ടാളികളും ഈ പഴയ ഗുണ്ടാസംഘങ്ങളും ഇയാള് പരിപോഷിപ്പിച്ച് വളർത്തിയിരുന്ന ആൾക്കാരാണ്. സമാജ്വാദി പാർട്ടിയുടെ MP ആയിട്ടാണ് ഈ അദീഖ് അഹമ്മദ് ലോകസഭയിൽ എത്തിയത് ഒരു പ്രാവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കയ്യിലേക്കാണോ ഭരണം കൊടുക്കേണ്ടത്, അതോ യോഗി ആദിത്യനാഥിന്റെ കയ്യിലാണോ? ജനങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ജനങ്ങൾ ഈ രണ്ടും കണ്ടിട്ടുണ്ട്. അഖിലേഷ് യാദവിന്റെ കാലത്തുള്ള ഗുണ്ടാരാജും ഇപ്പൊ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള സമാധാനപരമായ ഭരണവും.
ആൾക്കാർക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം. എന്താണെങ്കിലും ഇനി നാളെ എന്നാൽ ഓക്കെ ശരി, ഇങ്ങനെ ഒരു കൊള്ള നടന്നു അയോധ്യയിൽ, എന്നാൽ പിന്നെ ഉടനെ പിടിച്ച് അഖിലേഷ് യാദവിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാം എന്ന് ഒരു ജനവും യു പിയിൽ ചിന്തിക്കില്ല. കാരണം ഇപ്പോഴുള്ള ഭരണത്തിന്റെ സുരക്ഷിതത്വം അവർ ഭംഗിയായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഖിലേഷ് യാദവൊക്കെ എന്ത് പറഞ്ഞു നടന്നാലും ഒന്നും ഏക്കാൻ പോണില്ല. അതാണ് അവിടുത്തെ ആക്ച്വൽ. ഇത് ശരിക്കും പറഞ്ഞാൽ BJP അവരെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. കാരണം അവരിഞ്ഞിപ്പോൾ എന്താ പറയാൻ പോണേ, നിങ്ങളിപ്പം രാം മന്ദിറിന് വേണ്ടി പറഞ്ഞില്ല, ഓക്കെ, എന്നാൽ പിന്നെ ഗ്യാൻ വ്യാപിക്ക് വേണ്ടി ഇപ്പം പറ, മധുര ക്ഷേത്രത്തിന് വേണ്ടി പറ. നിങ്ങൾ രാമഭക്തരാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക ആദ്യം. അത് ഉമ്മാർ ചെയ്യില്ലെങ്കിൽ തന്നെ ഇവരെ കള്ളം പൊളിഞ്ഞില്ലേ. കാരണം ഇവരിപ്പം ഭക്തി അല്ലെങ്കിൽ ഭക്തരെ സംരക്ഷിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്തർക്കുള്ള ആവശ്യമാണ് രാം മന്ദിറും ഈ മധുര അമ്പലവും പിന്നെ ഗ്യാൻ വ്യാപിയൊക്കെ. അതായിരിക്കും അടുത്ത ഇലക്ഷനിലെ BJP എടുത്ത് ഉറപ്പിക്കിട്ട്. ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്താ പറയുക, അഖിലേഷ് യാദവ് മുന്നോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അവന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും ഈ തവണ ഇലക്ഷൻ കിട്ടാൻ പോകണില്ലെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും നല്ല കാര്യമാണ്, നടക്കട്ടെ. നമുക്കിങ്ങനെ കളി കണ്ട് ഗാലറിയിൽ ഇരിക്കാം. കളികൾ പലതും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. താങ്ക്സ്.